എവരി വൺ വെൽക്കം ടു മൈ ചാനൽ. അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇന്നിപ്പോൾ ലഞ്ച് കഴിഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് കരുതി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:55. ഇന്നലെ ലഞ്ചിന് ശേഷം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. മോള് വൈകിട്ട് സ്കൂളിട്ട് വന്ന് ഫ്രഷായി. അവൾക്ക് ഇന്നലെ പാസ്തയാണ് കൊടുത്തിരുന്നത്, ചിക്കൻ പാസ്ത ഞാൻ മിനിയാന്നാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പാസ്ത ഞാൻ മേടിക്കാറില്ല, എനിക്കുണ്ടാക്കാനും അറിയില്ല. വീഡിയോ നോക്കിയിട്ട് അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലായിരുന്നു. ഞാൻ ഇന്നലെ പാസ്ത ഉണ്ടാക്കിയത് ഇഞ്ചി, വെള്ളുള്ളി, വലിയ ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് അതിലേക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ആദ്യം പൊരിച്ചെടുത്തിരുന്നു. അത് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ടു. അതിനുശേഷം ടൊമാറ്റോ സോസ് കേടൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വെന്ത പാസ്ത അതിലേക്ക് മിക്സ് ചെയ്ത് ശേഷം വീണ്ടും ചില്ലി സോസ് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിരുന്നു. ടേസ്റ്റ് ഉണ്ട്. ഞാൻ മക്രോണി അങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ ഉണ്ടാക്കിയത്. പിന്നെ മഗ്‌രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ മോള് മദ്രസ വിട്ട് വന്നപ്പോൾ ഒന്നായിട്ട് നനഞ്ഞിരുന്നു. ഇക്കും കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്, 1 മണിക്കൂർ ലേറ്റായിക്കണം. മഴ കൊണ്ടിട്ടാണ് അവർ രണ്ടുപേരും വന്നത്. അവർ വന്ന് സപ്പർ കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഉറങ്ങി. ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് പതിവ് പോലെ ചോറുണ്ടാക്കി. അതിലേക്ക് ചാള മുളകിട്ടതും ചാള ഫ്രൈയും പിന്നെ പപ്പടം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളപ്പം ചുട്ടതിലേക്ക് ചാള മുളകിട്ടതും, ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് അടുക്കള ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. പാത്രങ്ങൾ ഇപ്പോൾ രാവിലെ ഉപയോഗിച്ചത് രാവിലെ തന്നെ കഴുകി വെക്കും, ഉച്ചക്ക് ഉപയോഗിച്ചത് ഉച്ചക്ക് കഴുകി വെക്കും, രാത്രി ഉപയോഗിച്ചത് രാത്രി കഴുകി വെക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാകുന്നത് രാവിലെയും രാത്രിയാണ്. അതൊക്കെ ആ സമയത്തിന് കഴുകി വെക്കുമ്പോൾ കൂടുതൽ ഭാരം തോന്നില്ല. പിന്നെ വീട് മുറ്റൊക്കെ ക്ലീനാക്കി അലക്കാനുള്ള ഷോളൊക്കെ അലക്കി മുറ്റത്തിട്ടു. അപ്പോൾ ഇതിൽ കാണുന്ന ഫസ്റ്റ് ഷോള് ഒരു ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ, ചാണകപ്പച്ച എന്നൊക്കെ പറയും. ആ ഒരു ഷാള് 2020 സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് സെറ്റ് സാരിക്ക് എടുത്ത ഷോളാണ്. അതേ കളറിലാണ് ബ്ലൗസ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാപ്പി ഷോള്, ഈ ഷോള് പിന്നെ ഞാൻ നെല്ലിന്നാണ് എടുത്തത്, 2022 അതിൻ്റെ അപ്പുറത്തുള്ള റെഡ് മെറൂൺ ഷോള് അതൊക്കെ മോക്കെടുത്ത് കൊടുത്തതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള 2 ഷോളും ഞാൻ മോക്കെടുത്ത് കൊടുത്തതാണ്. അത് എവിടെ നിന്നാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർക്കൊക്കെ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ റിപ്ലൈ കൊടുത്തു. ഇന്നത്തെ കാര്യപരിപാടി അതൊക്കെ തന്നെയാണ്. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒഫ്താൽമോളജി, കണ്ണിനെ കുറിച്ച് പഠിക്കുക, കണ്ണിൻ്റെ ഡോക്ടറാവുക ഭയങ്കര ആഗ്രഹമായിരുന്നു. SSLCക്ക് പഠിക്കുന്ന സമയത്ത് കണ്ണ് ഡോക്ടറാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. SSLC കഴിഞ്ഞ് +2 സയൻസ് എടുത്ത് പിന്നെ മെഡിക്കൽ എൻട്രൻസിനൊക്കെ പോയി. പക്ഷേ എനിക്ക് MBBSനുള്ള ഒരു റാങ്ക് ഉണ്ടായിരുന്നില്ല. എൻജിനീയറിങ്ങിനാണെങ്കിലൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരു ഒഫ്താൽമോളജി ഫീൽഡിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി ഫീൽഡിലേക്ക് എത്താനോ എനിക്ക് സാധിച്ചിട്ടില്ല. MBBS ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. MBBS ചെയ്യാനല്ലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം, ഒഫ്താൽമോളജി പഠിക്കാനാണ് ഭയങ്കര ഇഷ്ടം. കണ്ണ് ഡോക്ടറാവുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ എൻ്റെ അറിവിൽ നല്ലൊരു കണ്ണ് ഡോക്ടർ, ഞാൻ 10th മുതൽ സ്പെക്സ് വെക്കാറുണ്ടായിരുന്നു.
അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണ് ചെക്ക് ചെയ്തത് പെരിന്തൽമണ്ണ അൽസലാമ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാഖി, കണ്ണ് ഡോക്ടറാണ്. അപ്പോൾ അവരെക്കുറിച്ചായിരുന്നു ഇന്നെൻ്റെ ചിന്താവിഷയം. അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു ഓർമ്മയിലേക്ക് വന്നു. അവർ വരുന്ന ഒരു രംഗം, വെളുത്തിട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഹൈറ്റും അത്യാവശ്യം വെയ്റ്റും, നല്ലൊരു സ്ട്രക്ചർ, നല്ല അടിപൊളി സാരികളൊക്കെ ധരിക്കും. അവരുടെ ഒരു സംസാരം എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു സംസാരമാണ്, സ്നേഹത്തോടുള്ളൊരു സംസാരം, ചിരിച്ചിട്ടാണ് സംസാരിക്കുക. അപ്പം ഞാൻ ഈ 7up കുടിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 7up എൻ്റെ കയ്യിൽ കരുതും. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെക്കുറിച്ചാണ് എനിക്കിങ്ങനെ കൂടുതൽ ഓർമ്മ വന്നത്. പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ, ഒപ്താൽമോളജിയുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഓർമ്മ വന്നത്. പിന്നെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ ഇന്നലെ മോളെ ഫ്രണ്ട് മെഹ്റ എന്ന് പറയും, അവൾ കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റാണ്. നല്ലൊരു പിങ്ക് ക്യൂട്ടായിട്ടുള്ളൊരു ക്രാബ്, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. വീടിനടുത്ത് തന്നെയാണ് കേട്ടോ അവളുടെ വീട്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ മോളാണ്. അപ്പോൾ മോളെ ഫ്രണ്ടുമാണ്, അവൾ കൊടുത്തതാണ് ഈ ഒരു ഗിഫ്റ്റ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ.